ഹലോ അസ്സലാമലൈക്കും. വലൈക്കും സലാം. നമസ്കാരം. എന്തേ കറളെ ജംഷിക്ക് ഇതെന്തേ ഈ തെറ്റില്ലേ? ഒന്നാമത് തെറ്റ് ചെയ്യുമ്പോ അത് അള്ള മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ലേ? ഇന്നാള് തെറ്റ് ചെയ്യും. തെറ്റ് മുൻകൂട്ടി തീരുമാനിച്ചോണ്ടല്ലേ മനുഷ്യന്മാർ രേഖപ്പെടുത്തിയോണ്ടല്ലേ മനുഷ്യന്മാർ തെറ്റ് ചെയ്യുന്ന എന്റെ ചോദ്യം. ഓക്കെ, ഞാൻ പണ്ഡിതൊന്നുമല്ല, പക്ഷെ അറിയുന്ന രീതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശമോ അറിയാൻ വേണ്ടി ശ്രമിക്കുമല്ല. അപ്പൊ ഇതിലൂടെ നമുക്ക് എനിക്ക് സിമ്പിളായിട്ട് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാല് പഠിച്ചാമ്പുരാനിക്ക് ഇത് എന്താ സംഭവിക്കുന്ന അറിയാം. ഉദാഹരണത്തിന് എന്ന് പറഞ്ഞാല് ഒരു ക്ലാസ് റൂമിൽ 4 കുട്ടികളുണ്ട്. ഒരാള് പഠിക്കുന്ന കുട്ടിയാണ്, ഒരാൾ പഠിത്തത്തിൽ ബേക്കോട്ടാണ്, ഒരാൾ ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നാളെ ഫോൺ സൈലന്റ് ആയിക്കോ. കുട്ടികളുണ്ട്, ഒന്ന് ഷാലി, ഒന്ന് നിസാം, ഒന്ന് അസ്കർ, ഒന്ന് ഷാനി. ഈ ഷാനി ജയിക്കും, കറക്റ്റായിട്ട് ക്ലാസ്സിൽ എഴുതി നമ്മൾ പഠിക്കുന്നുണ്ട്. അസ്കർ തോക്കും, കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. ഇത് രേഖപ്പെടുത്തി വെച്ചിട്ട് എന്താക്കുക, ഈ എക്സാം കഴിഞ്ഞ് രേഖപ്പെടുത്തി വെച്ചതിന് ശേഷം എക്സാം കഴിഞ്ഞ് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ തോറ്റ കുട്ടി ടീച്ചറോട് പറയുമോ, ടീച്ചർ ഇന്ന് എഴുതി വെച്ചോണ്ട് ഞാൻ തോറ്റെന്ന് പറയോ? ഇല്ല. ഈ കുട്ടീൻ്റെ മേലാണ് ഈ തോറ്റേനുള്ള കാര്യങ്ങളെല്ലാം വരാം. കാരണം എന്താണ്, ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ടീച്ചർക്ക് അറിയുന്ന ടീച്ചറാണ് രേഖപ്പെടുത്തിയത്. ഇതുപോലെ തന്നെ സൃഷ്ടാവിന് ഇതെന്ത് നാളെ സംഭവിക്കുമെന്ന് സൃഷ്ടാവിന് അറിയാം. ആ സൃഷ്ടാവ് അതാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. ഈ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് നമ്മളൊരു 4 റോഡുള്ള സ്ഥലത്തെത്തി. 4 റോഡ് എന്നല്ല, 4 റോഡ്, ഒന്ന് റൈറ്റ്, ഒന്ന് ലെഫ്റ്റ്, ഒന്ന് ബാക്ക്, ഒന്ന് ഫ്രണ്ട്, മുന്നോട്ട് പോകണം ബാക്കോട്ട് പോകണം. അത് തീരുമാനിക്കേണ്ട മനുഷ്യനാണ്. മനുഷ്യർക്ക് അടുത്തോട്ടും വലത്തോട്ടും മുന്നോട്ട് പോകേണ്ടല്ലോ തീരുമാനിക്കാനുള്ള ബുദ്ധി പഠിച്ചവരെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം പഠിച്ചവരെ ഇത് അറിയുന്നതുകൊണ്ട് പഠിച്ചവനെ ആരും രേഖപ്പെടുത്തി വെച്ച് തീരുമാനിക്കുന്നത് ആരാണ്? മനുഷ്യനാണ്. കേട്ടാ, അതിൽ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം നമുക്ക് ചോദിക്കുക, നമുക്ക് അറിയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാം.